ത്തിലുമുള്ളത് ഓസ്ട്രേലിയയിലെ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകുക. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റേഴ്സ് ചെന്ന ഇടങ്ങളിലൊക്കെയും ഒത്തിരിയേറെ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനിട വന്നു. സ്കൂളുകൾ മാത്രമല്ല, ഓർഫണേജുകൾ സ്ഥാപിച്ചു, വെൽഫെയർ സെന്ററുകൾ സ്ഥാപിച്ചു. അങ്ങനെ വിക്ടോറിയയിൽ നിന്ന് ക്വീൻസ്ലാൻഡിലേക്കും, ക്വീൻസ്ലാൻഡിൽ നിന്ന് സൗത്ത് ഓസ്ട്രേലിയയിലേക്കും, അഡ്ലൈഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ മേരി മക്കലം എന്ന ഈ സിസ്റ്റർ ആരംഭിച്ച ജോസഫൈൻ സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കാൻ തുടങ്ങി. മേരി മക്കലപ്പിന്റെ ഈ ജോസഫൈൻ സിസ്റ്റേഴ്സിന്റെ ഒരു കോൺഗ്രിഗേഷനായി രൂപപ്പെടുക എന്നുള്ളതായിരുന്നു മേരിയുടെ വലിയൊരു സ്വപ്നം. അതിന് അതിൻ്റെതായ റൂൾ ഓഫ് ലൈഫ് മേരി മക്കലം എന്ന ഈ കന്യാസ്ത്രീ രൂപപ്പെടുത്തി. അതൊരു സഭാ സമൂഹമായി. അതിൽ പങ്കുചേരുന്ന എല്ലാവരും പോവർട്ടി നിർബന്ധമാക്കി, എല്ലാം ദൈവം തരും എന്നുള്ള ഒരു ചിന്തയിൽ ജീവിക്കും. ദ പ്രോവിഡൻസ് ഓഫ് ഗോഡ്, അതായിരുന്നു തൻ്റെ കൂടെ വന്ന എല്ലാവരെയും മേരി മക്കലം പഠിപ്പിച്ചത്. യാതൊന്നും സ്വന്തമാക്കാൻ പാടില്ല, നോ പ്രൈവറ്റ് ഓണർഷിപ്പ്. ഇതൊക്കെ വളരെ നിർബന്ധമായി മേരി മക്കലം തൻ്റെ കൂടെ ചേർന്ന എല്ലാവരോടുമായി പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒത്തിരിയേറെ സ്ത്രീകള് മേരി മക്കലപ്പിന്റെ ഈ കോൺഗ്രിഗേഷനിൽ ചേരാൻ ഇടവന്നു. അങ്ങനെ 1870 ആണ്ടിൽ 130ഓളം പേര് മേരി മക്കലപ്പിന്റെ ഈ ജോസഫൈൻ സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിഗേഷനിൽ അംഗമായി. ഈ കോൺഗ്രിഗേഷന്റെ മുഖ്യ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല, ഓസ്ട്രേലിയ മുഴുവൻ വിദ്യാഭ്യാസം നൽകുക, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഫോർ ദ റൂറൽ പുവർ പീപ്പിൾ എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലാണ് ജോസഫൈൻ സിസ്റ്റേഴ്സ് പ്രവർത്തിച്ചത്. വിദ്യാഭ്യാസത്തിലൂടെ ക്രിസ്തു സ്നേഹം മറ്റുള്ളവർക്കായി പകർന്നു നൽകുക എന്നുള്ളത്. മേരി മക്കലപ്പിന്റെ ഈ മാതൃക കണ്ടുകൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങളിലുള്ള മെത്രാന്മാരൊക്കെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഒക്കെയായി അവർ മേരിയെയും സംഘത്തെയും അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ക്വീൻസ്ലാൻഡ് സംസ്ഥാനങ്ങളിലും സൗത്ത് ഓസ്ട്രേലിയയിലും ഒക്കെയായി, വിക്ടോറിയയിലും ഒക്കെയായി ഒത്തിരിയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓർഫണേജുകളും വെൽഫെയർ സെന്ററുകളും പാവപ്പെട്ടവർക്കായി ജോസഫൈൻ സിസ്റ്റേഴ്സ് സ്ഥാപിച്ചു. ചില രൂപതകളും ഒക്കെയായി ചില തർക്കങ്ങളൊക്കെയും മേരി മക്കലപ്പിനുണ്ടായി. അത് ജീവിതത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടമായിട്ടാണ് മേരി മക്കലം വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് അന്നത്തെ ക്വീൻസ്ലാൻഡിലെ ബ്രിസ്ബൻ രൂപതയുടെ മെത്രാനായ ജെയിംസ് ക്വീൻ ആയിട്ടുണ്ടായ ഒരു തർക്കം. ആ തർക്കം മറ്റൊന്നുമായിരുന്നില്ല, രൂപതയുടെ കീഴിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വരണമെന്നുള്ളതായിരുന്നു മെത്രാന്റെ ഒരു നിർബന്ധ ബുദ്ധി. പക്ഷേ ജോസഫൈൻ സിസ്റ്റേഴ്സ് ആണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയും ആരംഭിച്ചത്. അവരുടേതായ സ്വന്തമായ ഒന്ന്. അത് രൂപതയുടെ കീഴിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ മെത്രാനുമായുള്ള ഒരു ചെറിയ സ്മോൾ ക്ലാഷ് തമ്മിലുണ്ടായി. അതുകൊണ്ട് തന്നെ ക്വീൻസ്ലാൻഡ് എന്ന സംസ്ഥാനം വിട്ട് പോരേണ്ടി വന്നു മേരി മക്കലപ്പിനും സംഘത്തിനും. എന്നാലും ബിഷപ്പിനോട് ചേർന്ന് നിന്ന കുറേയേറെ സിസ്റ്റേഴ്സ് ഉണ്ടായി. ഇതേ കോൺഗ്രിഗേഷനിൽപ്പെട്ട കുറേ സിസ്റ്റേഴ്സ് ഒക്കെയും ബിഷപ്പിന്റെ ആശയത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് അവരൊക്കെയും മേരി മക്കലപ്പിനോടൊപ്പം ക്വീൻസ്ലാൻഡ് വിടാൻ താല്പര്യമുണ്ടായില്ല. അങ്ങനെ നിന്ന സിസ്റ്റേഴ്സിനെ ബ്ലാക്ക് ജോയ്സ് എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. ബ്രൗൺ ജോയ്സ് എന്നാണ് മേരി മക്കലപ്പിന്റെ കൂടെ പോയ സിസ്റ്റേഴ്സിനെ വിളിക്കാൻ തുടങ്ങിയത്. ഈ പേര് വരാൻ കാരണം
ബ്രൗൺ കളറിലുള്ള ഒരു തിരുവസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ബ്രൗൺ ജോയ്സ് എന്നും രൂപതയോടൊപ്പം ചേർന്ന് നിന്നവരെ ബ്ലാക്ക് ജോയ്സ് എന്നും വിളിക്കാൻ തുടങ്ങിയത്. പിന്നീട് റോക്ക്ഹാംപ്റ്റൺ രൂപത സ്ഥാപിതമായപ്പോൾ ആ രൂപതയുടെ മെത്രാൻ മേരി മക്കലപ്പന്റെ ഈ വലിയ സേവനങ്ങളെ മനസ്സിലാക്കി തൻ്റെ രൂപതയിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ റോക്ക്ഹാംപ്റ്റൺ രൂപതയിൽ വിദ്യാഭ്യാസ, വെൽഫെയർ, ഓർഫണേജ് സ്ഥാപനങ്ങളൊക്കെ ആരംഭിച്ചാണ് മേരി മക്കലപ്പ് തിരിച്ചു വരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ക്വീൻസ്ലാൻഡിലും മറ്റ് ഇടങ്ങളിലൊക്കെയും തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും ചില ഇടങ്ങളിലൊക്കെയും ഈ വൈദികരും മെത്രാന്മാരുമായുള്ള ചില ക്ലാഷുകളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷന് വിധേയമാകേണ്ടി വന്നു മേരി മക്കലപ്പ്. അപ്പോഴും മേരി മക്കലപ്പന്റെ കൂടെ ഏത് കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നത് അന്ന് ടെന്നിസൺ എന്ന അച്ഛനാണ്. അച്ഛനോടൊപ്പമാണ് ഇതൊക്കെ മേരി മക്കലപ്പ് ആരംഭിച്ചതെങ്കിലും കൂടെ എപ്പോഴും ടെന്നിസൺ അച്ഛൻ്റെ വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.